ജൈവകൃഷി പ്രോത്സാഹനത്തിന് കെപിസിസി രൂപീകരിക്കുന്ന ഗാന്ധി ഹരിത സമൃദ്ധിക്കെതിരെ എഐ ഗ്രൂപ്പുകൾ രംഗത്ത്. പദ്ധതിയുടെ പേരിൽ കെപിസിസി പ്രസിഡന്റ് VM സുധീരൻ സ്വന്തം ഗ്രൂപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് എഐ ഗ്രൂപ്പുകളുടെ ആരോപണം. പദ്ധതിയുമായി സഹകരിക്കേണ്ടതില്ലെന്ന് ഇരു ഗ്രൂപ്പുകളും തീരുമാനിച്ചു. ആലപ്പുഴയിൽ നടക്കുന്ന ഹരിത സമൃദ്ധി പദ്ധതിയുടെ ഉദ്ഘാടനം ബഹിഷ്കരിക്കാനും എഐ ഗ്രൂപ്പുകൾ തീരുമാനിച്ചു. ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കെപിസിസി മുൻകൈയെടുത്ത് ഗാന്ധി ഹരിത സമൃദ്ധി രൂപീകരിക്കാൻ പ്രസിഡന്റ് VM സുധീരൻ തീരുമാനിച്ചത്. പദ്ധതിയുടെ ജനറൽ കൺവീനറായി കെപിസിസി ജനറൽ സെക്രട്ടറിയും VM സുധീരന്റെ വിശ്വസ്തനുമായ PM സുരേഷ് ബാബുവിനെ നിയമിച്ചു. 14 ജില്ലകളിലും ഫോറം അധ്യക്ഷന്മാരായി ചീഫ് കോർഡിനേറ്റർമാരെയും ഒപ്പം 2 വീതം കോർഡിനേറ്റർമാരെയും നിയമിക്കാനും തീരുമാനമായി. ഈ സ്ഥാനങ്ങളിലേക്ക് അനുയോജ്യരായ വ്യക്തികളുടെ ലിസ്റ്റ് DCCകളോട് കെപിസിസി പ്രസിഡന്റ് ആവശ്യപ്പെടുകയും DCCകൾ ലിസ്റ്റ് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ DCCകൾ നൽകുന്ന പട്ടികയിൽ തനിക്ക് വേണ്ടപ്പെട്ടവരില്ലെങ്കിൽ പട്ടിക പൂർണ്ണമായി തള്ളി സ്വന്തം ആളുകളെ സുധീരൻ തിരികെ കയറ്റുന്നുവെന്നാണ് എഐ ഗ്രൂപ്പുകളുടെ പരാതി. ബ്ലോക്ക്, മണ്ഡലം, വാർഡ്, ബൂത്ത് തലങ്ങളിലും സുധീരൻ ഇതേ നിലപാട് സ്വീകരിക്കാൻ ഒരുങ്ങുന്നുവെന്നാണ് ഇരു ഗ്രൂപ്പുകളും ആരോപിക്കുന്നത്. കേരളത്തിൽ എഐ ഗ്രൂപ്പുകൾക്ക് ബദലായി സ്വന്തം ഗ്രൂപ്പ് രൂപീകരിക്കാൻ ഗാന്ധി ഹരിത സമൃദ്ധിയെ സുധീരൻ ഉപയോഗിക്കുന്നുവെന്നാണ് എഐ ഗ്രൂപ്പുകളുടെ ആശങ്ക. ഈ സാഹചര്യത്തിൽ ഫോറവുമായി സഹകരിക്കേണ്ടതില്ലെന്ന് അണികൾക്ക് ഗ്രൂപ്പ് നേതൃത്വങ്ങൾ നിർദ്ദേശം നൽകി. ബിജു ഗോപിനാഥ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.